ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന 2 ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിച്ചണിൽ എല്ലാവർക്കും ഉപകാരമുള്ള ടിപ്പാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഇതുപോലെ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് എല്ലാ ഭാഗത്തും നല്ലോണം ആവുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതോണം നല്ലോണം ഒന്ന് കുഴയ്ക്കുക. എല്ലാ ചിക്കൻ പീസും മൈദ മാവ് എത്തണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എത്ര ചിക്കൻ ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് മൈദപ്പൊടി ഇട്ട് കഴുകിയാൽ മതി. നല്ല വൃത്തിയായിട്ട് കിട്ടും. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നനയാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുക. ഒരു 1/4 മണിക്കൂറിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ നല്ല ക്ലീനായ ചിക്കൻ പീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് പാടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നുള്ളി പെറുക്കിയെടുത്താൽ മതി. ഒരു 3-4 പ്രാവശ്യം കഴുകുമ്പം തന്നെ നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും. തീരെ ചോരയൊന്നുമില്ലാതെ. ഈ ചോര ഒക്കെ പോക്കിയെടുക്കാൻ വല്ലാതെ പണിയാണ് നമുക്ക് ചിക്കൻ കഴുകുമ്പോൾ. എത്ര കഴുകിയാലും ക്ലിയർ ആവില്ല. പക്ഷെ ഇതുപോണം മൈദപ്പൊടി ഇട്ട് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലാണിത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോണം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇനി ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പ് ഇവിടെ ഇട്ടത്. ഇനി ഇത് നല്ലോണം ഒന്ന് പെറുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലെ പാടിയൊക്കെ പെറുക്കിയെടുത്ത് 1-2 പ്രാവശ്യം കൂടി കഴുകി ഇതുവേണം കൊട്ടയിലിട്ട് ഊറ്റിയെടുത്ത് നല്ല ക്ലിയറായ ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എല്ലാവർക്കും ഉപകാരമുള്ളൊരു ടിപ്പാണ്. തേങ്ങ വറുത്തെടുക്കുന്നതാണ്. തേങ്ങ ഇങ്ങനെ പാനിലൊന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാതെ തന്നെ കുക്കറിലേക്ക് ഇട്ട് നമുക്ക് തേങ്ങ എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെത് ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. കുറച്ചുകൂടി തേങ്ങ എടുക്കാൻ നല്ല വിസ്താരമുള്ള കുക്കറാണെങ്കിൽ അതിൽ പരന്ന് കിടക്കുന്ന രൂപത്തിൽ 1-2 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലായിടത്തിലും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിഭാഗം മൂത്ത് വരുമ്പോൾ മുകൾ ഭാഗം അത്ര പെട്ടെന്ന് മൂക്കുകയല്ല. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തുറന്ന്. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറിന് ശേഷം നമ്മുടെ തേങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം ഇതാ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇട്ട് ഞാനിത് സാമ്പാറിന് വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തത്. അതിലേക്ക് വേണ്ട ഉള്ളി ജീരകങ്ങളൊക്കെ ഇട്ട് ഞാൻ അടുത്ത ബാച്ചും ഇതോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കഴിയും. നമുക്ക് ഇത് കുക്കറിലിട്ട് വേറെ പണി ചെയ്യാം. ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. അതാ ഇതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തതാണ്. അപ്പോൾ സാമ്പാറിനുള്ള തേങ്ങ പെട്ടെന്ന് തന്നെ എനിക്ക് വറുത്തെടുക്കാൻ കഴിഞ്ഞു. കണ്ടില്ല, ആദ്യത്തെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. രണ്ടാമത്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കഴിയും ഇതുപോലെ ചെയ്യാൻ. പക്ഷേ തീ സിമ്മിലിടണം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒറ്റ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാ കണ്ടില്ലേ, നമ്മുടെ തേങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും